ആദ്യമൊക്കെ യു കെ എന്ന് പറയുമ്പോൾ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഇപ്പം തീയതിയായപ്പോൾ ചെറിയൊരു പേടി. പിന്നെ എന്തിനാ യു കെയിലേക്ക് ശല്യമായിട്ട് എൻ്റെ കൂടെ വരണേ? യു കെയിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഏട്ടൻ തിരുമേനി പറഞ്ഞു അവിടെ നല്ല തണുപ്പാന്ന്. ഞാനിപ്പോൾ ഊട്ടി പോയ കാര്യമൊന്നും മൂപ്പർക്ക് അറിയില്ലല്ലോ. എവിടെയാ തൻ്റെ ഏട്ടൻ തിരുമേനി അച്ഛൻ തിരുമേനിയൊക്കെ? രാവിലെ മുതൽ മുറിയടച്ച് ഒറ്റ ഇരിപ്പാ. അതെന്താ? ഞാൻ പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. അവരെ കണ്ടാൽ ഞാൻ കരയൂലോ. തിരുമേനി ഒരു വാഴപ്പിണ്ടി തന്നെ. അതുകൊണ്ടല്ലേ ഇവിടെ നിൽക്കണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞത്. ഇതെന്ത് ഈ മുണ്ടൊക്കെ മടക്കി വെക്കണ? ഇതോ ഏട്ടൻ തിരുമേനിയുടെ മുണ്ടാണേ. ഇത് മണക്കുമ്പോൾ മൂപ്പരെ ഓർമ്മ വരും. നാട്ടിൽ വന്നു തോന്നും. അതേ ഒരു കാര്യം ഞാൻ പറയാം, ഈ വക കോണം എടുത്തുകൊണ്ട് യു കെയിൽ നടന്നതിൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. തനിക്കൊരു ബാധ്യതയായി തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ബസ്സിന് ഞാൻ തിരിച്ചു കയറും. ബസ്സോ? എന്താ കോണകവും കോമാളിത്തവും മാത്രമുള്ള ഒരു വിട്ടി. ഇറങ്ങ. എല്ലാവരും ചുണ്ടിക്കാരാ, സമാധാനപ്രിയരാരും ഇല്ല. ആദ്യം എൻ്റെ അച്ഛൻ തിരുമേനെ പിടിച്ച് പൊട്ടിക്കണം. ഈ ഇണ്ണാമണങ്ങനെയൊക്കെ യു കെയിലേക്ക് വിട്ടിട്ട് എന്തിനാ? ഇനി എന്താ? പാവാട പാൻ്റ് ഇട്ട് ശീലല്ലേ? കഷ്ടം. രമേശിന് ദേഷ്യാവില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഇന്നലെ മുത്തശ്ശി ഉപ്പുമാങ്ങ പരടി തുറന്നുണ്ടേ. ഒരു ഉപ്പുമാങ്ങ എടുത്ത് കയ്യിൽ വെക്കട്ടെ. അത് മണത്ത നാട് ഓർമ്മ വരും. ഞാൻ അവിടെ പോയിട്ട് കളഞ്ഞോളാം. ശരി, എടുത്തിട്ട് വാ. എന്നാ ഭരണി മുഴുവനായിട്ട് കയ്യിൽ വെക്കട്ടെ. തൂക്കം കൂടുവോ? കൂടുതൽ പോണൂല. അച്ഛൻ തിരുമേനി കാശ് തന്നോണ്ട് മാത്രം ട്ടോ. നടക്ക്. മനസ്സിലായി. ചുണ്ടിക്കാരി എനിക്ക് വലിയ ഇഷ്ടാ. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞതാ, താൻ കാര്യാക്കിയോ? യു കെ ഒക്കെ ആണെന്ന് പറഞ്ഞ് മംഗലാപുരം വണ്ടി കയറ്റി വിട്ടാലോ ഈ മണ്ടനെ.